സോ ഗൈസ് എല്ലാവർക്കും വിയർ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ഇന്നോട് റിവ്യൂ ചെയ്യുന്ന മറ്റൊന്നുമല്ല, ഇന്നലെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതിന്റെ ഡയറക്ടറിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. ഗുലെർമോ ഡെൽ ടോറോ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഇതിന്റെ ഡയറക്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഹെൽബോയ്, അതുപോലെ തന്നെ ബ്ലേഡ്, ഹോബിറ്റ്, ഈ പടം മെയിൻ പടങ്ങളൊക്കെ ഡയറക്ട് ചെയ്ത ഡയറക്ടർ തന്നെയാണ് ഈ ഒരു പടം ഡയറക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിന്റെ ലെവല് നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ഒരു ക്ലാസ് രീതിയിലാണ് ഈ ഒരു പടം ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കുന്ന് പടങ്ങൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കിയാലും നെറ്റ്ഫ്ലിക്സ് ഈ തവണ ഇറക്കിയ സാധനം ശരിക്കും ഒരു വിഷയ സാധനം തന്നെയാണ്. സോ വേറൊന്നുമല്ല, മേരി ഷെല്ലി എന്ന് പറഞ്ഞ നോവലിസ്റ്റിന്റെ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് പണ്ട് ഇറക്കിയിട്ടുള്ള ഫ്രാങ്കൻസ്റ്റൈൻ മൂവി ഉണ്ട്. സോ അതിന്റെ പക്ക ഒരു അഡാപ്റ്റേഷൻ ആണ് ഈ ഒരു പടം ഇറക്കിക്കുന്നത്. ഹൊറർ സൈഫൈ രീതിയിലാണ് പടം ഇറക്കിക്കുന്നത്. തൊഴിലാകോ ഒന്നും നമുക്ക് തോന്നത്തില്ല, അമ്മായി രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ നടനായിട്ട് സെൻട്രൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ആയിട്ട് സെൻട്രൽ ക്യാരക്ടർ വരുന്ന മറ്റാരുമല്ല, നമ്മുടെ മൂൺ നൈറ്റിലെ നായകൻ തന്നെയാണ്. സോ പുള്ളിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളി ആ ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല, ഈ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന സ്റ്റോറിക്ക് പിന്നിൽ വേറൊരു കഥയുണ്ട്. ഈ സ്റ്റോറി ഉണ്ടായതിനൊരു സ്റ്റോറി ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മേരി ഷെല്ലിയും പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡും വിത്ത് ഫാമിലി ആയിട്ട് സ്വിറ്റ്സർലാൻഡിൽ ഒരു ബംഗ്ലാവിൽ ഇവരെല്ലാം കൂടെ ഒരു ഭയങ്കര മഴയൊക്കെ ഉള്ള ഒരു യാത്രയിൽ ഒരുമിച്ച് താമസിക്കാൻ ഇടയായി. സോ ഇവർക്ക് ബോർ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരൊരു ബെറ്റ് വെക്കുകയാണ്. അതായത് ബെസ്റ്റ് ഹൊറർ സ്റ്റോറി എഴുതുന്ന ആൾക്ക് സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു ബെറ്റ് വെക്കും. സോ ആ ഒരു ബെറ്റിനെ ആസ്പദമാക്കി ഈ ഒരു മേരി ഷെല്ലി എഴുതിയ സ്റ്റോറിയാണ് ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്റ്റോറി വേറൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പല ആൾക്കാരുടെ അവയവങ്ങൾ കൂട്ടിച്ചേർത്ത് യുണീക്ക് ആയത്, അതായത് പെർഫെക്റ്റ് ബോഡി, ഒരു പെർഫെക്റ്റ് ഒരു ക്രീച്ചർ, ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ് പുള്ളിക്കാരത്തി എഴുതിയത്. സോ ആ ഒരു സ്റ്റോറി കേട്ട് അത്രയും യങ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരത്തി അങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ രീതിയിൽ ആ ഒരു സ്റ്റോറി അവിടെ ഉണ്ടാക്കി വെച്ചപ്പം സോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ആ ഒരു തോട്ടിനെ വികസിപ്പിച്ചെടുത്താണ് ഫ്രാങ്കൻസ്റ്റൈൻ നോവൽ പുള്ളിക്കാരത്തി അവസാനം എഴുതിയത്. അതിനെ അടിസ്ഥാനമാക്കിയാണ് പണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ മൂവി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മൂവിയുടെ നോവലിന്റെ പക്ക അഡാപ്റ്റേഷൻ ആയിട്ടാണ് ഇപ്പോഴത്തെ ഫ്രാങ്കൻസ്റ്റൈൻ വന്നിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു സ്റ്റോറി ഉണ്ടാവാൻ ഉള്ള പിന്നിലെ കഥ. സോ ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. കിഡിലെ മൂവിയാണ്. എനിക്ക് എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പരമാവധി അത്യാവശ്യം രാത്രിയിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്.